ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നത് പെട്ടെന്ന് തുടങ്ങുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് കുറച്ച് സ്റ്റേജസിലൂടെ ഡെവലപ്പ് ആവുന്നതാണ്. തുടക്കത്തിൽ ലവ് ബോംബിംഗ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഭയങ്കര മാജിക്കലായിട്ട് തോന്നിയേക്കാം. അവരുടെ ഫുൾ അറ്റൻഷൻ, കെയർ ഒക്കെ നിങ്ങൾക്കായിരിക്കും. അവരുടെ ലോകം തന്നെ നിങ്ങളാണെന്ന് തോന്നിയേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പം അവർ പതുക്കെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിൽ നിന്നൊക്കെ നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് തോന്നും അവരെപ്പോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന വേറെ ആരും ഇല്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ ഒരു ഇമോഷണലും ചിലപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലിയും അവരുടെ മേലെ ഡിപ്പെൻഡൻ്റ് ആയേക്കാം. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറാൻ തുടങ്ങും. അതായത് അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് സെൽഫ് ഡൗട്ടും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വരെ അത് ബ്രേക്ക് ആവാൻ തുടങ്ങും. നിങ്ങളുടെ മെമ്മറീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വരെ കാര്യങ്ങളെത്തും. ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങൾ അവരുടെ മേലെ അത്രയും ഡിപ്പെൻഡൻ്റ് ആയി പോയിട്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ നീഡ്സും വാല്യൂസും ഒക്കെ മാറ്റി വെക്കാൻ തുടങ്ങും അവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട്. ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇഷ്യൂസ് ഒന്നും വരാണ്ട് ഇതെങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയി പോകുന്ന അവസ്ഥ. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ്, you deserve a relationship that you feel safe, respected and real.